ഇതെന്താ ചെരുപ്പ് കച്ചവടമോ എന്ന് വിചാരിക്കരുത്. ഇതെല്ലാം സംഗി വാങ്ങിച്ചുകൊണ്ട് വന്ന കേട്ടോ. ബാംഗ്ലൂർ വിലക്കുറവാണെന്നും പറഞ്ഞാൽ അവൾ അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനമാണ്. 100 രൂപയുടെ ചെരുപ്പാണ്, ഭയങ്കര ലാഭമെന്നൊക്കെയാണ് കേട്ടോ അവൾ പറഞ്ഞത്. പക്ഷെ നല്ല ചെരുപ്പുകളായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ അമ്മ അമ്പലത്തിൽ പോയി, അതുകൊണ്ട് എനിക്ക് ഏത്തയ്ക്ക പുഴുങ്ങാനുള്ള ഡ്യൂട്ടി ശാലുവിനായിരുന്നു. അങ്ങനെ അതൊക്കെ പുഴുങ്ങി എനിക്ക് കൊണ്ട് തന്നെയായിരുന്നു. ഞാൻ പിന്നെ ചമ്മന്തിയും കൂട്ടി അത് കഴിച്ചു. അവൾമാർക്ക് അപ്പമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവൾമാർ വീട്ടിൽ പോകാൻ ഇറങ്ങിയ സമയത്ത് ഇത് അമ്മ വന്നു. അമ്മയുടെ മുമ്പിൽ കൈ നീട്ടി നിൽക്കുന്ന വേറൊന്നുമല്ല, വണ്ടിക്കൂലിക്ക് പൈസ തരണേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അമ്മ മൈൻഡേ ചെയ്തില്ല കേട്ടോ അവളെ. പിന്നെ അമ്മ കൊട്ടാരക്കര അമ്പലത്തിൽ പോയാണ് ഗണപതി ക്ഷേത്രത്തിൽ ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഉണ്ണിയപ്പത്തിന് വേറൊരു ടേസ്റ്റാണ്, ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് ഒരെണ്ണം കഴിച്ചു. അത് കഴിഞ്ഞത് അവളുമാരി പോയി. അതിനുശേഷം എനിക്ക് തല കറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ പിന്നെ ഉപ്പിട്ട് മോരും വെള്ളം കൊണ്ട് തന്നു. ഉപ്പ് കുറവാന്ന് പറഞ്ഞ് പിന്നെ കൊണ്ടുവന്ന് ഇട്ട് തന്നത് ഒരു 1.5 ഇടിയിലായിപ്പോയി കേട്ടോ. നല്ല ഉപ്പായിരുന്നു. എന്തെങ്കിലും പറയാൻ പറ്റുമോ, രണ്ടാമത് ചോദിച്ച് വാങ്ങിച്ചാണല്ലോ, അതുകൊണ്ട് മിണ്ടാതിരുന്നത് കുടിച്ചു. പിന്നെ അമ്മ ദാ പോർച്ചൊക്കെ തൂത്തുവരാൻ ഇറങ്ങിയിട്ടുണ്ട്. 12 മണിക്കാർ വൈകുന്നേരം ആകുമ്പോൾ വരും കേട്ടോ. അതുകൊണ്ട് പിന്നെ അവിടെ തൂത്ത് വൃത്തിയാക്കി ഇടുന്നുണ്ട്. പിന്നെ ആ ഒരു സമയം കൊണ്ട് ഞാൻ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് സാരിയുടെ. സംഗീശാലി കൂടെ വന്നിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത്. ഒന്ന് പിടിച്ചൊക്കെ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമല്ലോ എന്നും പറഞ്ഞിട്ട്. അവളുമാരാണെങ്കിൽ വൈകുന്നേരം ആയപ്പോഴാണ് വന്നത്. അതുകൊണ്ട് പിന്നെ അതുവരെ നോക്കി നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ സാരിയുടെ പ്ലീറ്റ്സ് ഒക്കെ എടുത്തൊന്ന് അയൺ ചെയ്ത് വെക്കുന്നുണ്ട്. പട്ടുസാരി മാത്രമേ ഞാൻ അയൺ ചെയ്ത് വെക്കുന്നുള്ളൂ. സെറ്റ് സാരി ഞാൻ പ്ലീറ്റ്സ് മാത്രമേ എടുത്ത് വെക്കുന്നുള്ളൂ. അത് നമ്മൾ ചുമ്മാ കൈ കൊണ്ട് തൊടുമ്പോഴേ അങ്ങ് തേച്ചതുപോലെ ആവുമല്ലോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇത് അവളുമാർ ബാഗൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട്.